പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് അനിതമ്മ. എൻ്റെ മക്കളെന്ന് പറയാൻ എനിക്ക് എൻ്റെ അനിയത്തിമാരെ മക്കളെ എൻ്റെ ബ്രദേഴ്സ് എല്ലാവർക്കും ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നതിന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരു ത്രെഡ് തന്നത് നമ്മുടെ സഹോദരൻ കേൾപ്പിച്ചേട്ടനാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ. നന്ദി. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും നൽകുന്ന ഒരു IPS കാരനും ഒരു IAS കാരനും മുന്നേയുള്ള പഴയൊരു ജില്ലാ കളക്ടർ രാജമാണിക്യം IAS എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി 5 ലക്ഷം രൂപ ലോൺ എടുത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. എന്നെ സ്വപ്നങ്ങൾ ഞാൻ പറയുമ്പോൾ പങ്കുവയ്ക്കാനായിട്ട് മനസ്സിലാകുന്ന ഒരാളായിരിക്കണമല്ലോ. ആ സ്വപ്നങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല അതിന് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് മുൻ SP ആയിരുന്ന മുഹമ്മദ് റഫീഖ് IPS. ഏതൊരു പരിപാടിയും ഞാൻ ആസൂത്രണം ചെയ്യുമ്പോൾ തലേ ദിവസം തൊട്ട് എന്നേക്കാൾ ടെൻഷൻ സാറിനാണ്. അയാളോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. എന്താണ് അത് ചെയ്താൽ ഇത് ചെയ്താണെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല സാർ ഇടയ്ക്കിടയ്ക്ക് പോയി വെന്യൂ പോയി ചെക്ക് ചെയ്യുന്നതാണ്. എല്ലാ പോലീസ് അന്വേഷണങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. എനിക്ക് അത് കണ്ടിട്ടാണ് സാധാരണ പേടി വരാറ്. അപ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നയിക്കുന്നത്. എൻ്റെ അല്ലാണ്ട് എനിക്കൊരു സഹോദരനും കൂടിയുണ്ട്, ജേക്കബ് തോമസ് IPS എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സഹോദരന്മാരാണ് ശരിക്കും പറഞ്ഞാൽ എന്നിലെ വനിത എന്ന് പറയുന്ന ശാക്തീകരിക്കുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ അതിന് എൻ്റെ കെട്ടിയവരും എൻ്റെ 2 മക്കളും അതിനകത്ത് വിടുന്നു. 3 മക്കളാണ് കേട്ടോ, മോള് ഒരാളുണ്ട്. അപ്പോൾ ആ മോളുടെ എൻ്റെ സ്ഥിരമായിട്ടുള്ള വനിതാ ദിനത്തിലെ ഏറ്റവും പ്രധാനം 18 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു അമ്മമാരുണ്ട്. മേഴ്സി ഹോമിലെ 65 അമ്മമാരുണ്ട്. ഈ അമ്മമാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അവർക്ക് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ നൽകുക, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അത് 18 വർഷമായിരുന്നു. പക്ഷേ മറ്റെന്ത് പരിപാടിയാണെങ്കിലും ഒരു 12:30 ആകുമ്പോഴേക്കും മേഴ്സി ഹോമിൽ എത്തുന്ന ഒരു ഓട്ടമുണ്ട്. അപ്പോൾ ഈ ഓട്ടത്തിൽ പലപ്പോഴും എന്നെ സഹായിക്കുന്നത് എൻ്റെ മോളാണ്. കാരണം ഞാൻ പല സ്ഥലത്തു നിന്നായിരിക്കും ഓടി വരിക. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് മോൾ 8ാം ക്ലാസ്സിലാട്ടോ. അപ്പോൾ 3ാം ക്ലാസ് തൊട്ട് അവളാണ് പലപ്പോഴും അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഓടാൻ പറ്റുന്നത്. അപ്പോൾ ഈ ലോക്കോ പൈലറ്റ്സ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ വരാൻ കാരണമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോമേട്ടൻ വിളിച്ചതുകൊണ്ട് മാത്രമല്ല, ലിജി എന്ന് പറഞ്ഞ വേറൊരു സ്ത്രീ അതിനകത്തുണ്ട്. ലിജി പറയുമ്പോൾ കാരണം ഞാനൊരു സംഘാടകയായതുകൊണ്ട് പലപ്പോഴും അവസാന നിമിഷത്തിൽ പല കാര്യങ്ങളും വിട്ടുപോവുകയും പലപ്പോഴും നമുക്കൊരു ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾ വരാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും. ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും ഈ അമ്മമാരുടെ കൂടെ കമ്മീഷണറാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ.